സ്നേഹഹർഷം ഭാഗം 62. ഹാദിയ ഏതൊക്കെയോ ഓർമ്മകളിൽ മുഴുകി കിടക്കുമ്പോഴാണ് ഡോർ തുറന്ന ആരോ അകത്തേക്ക് വരുന്ന ശബ്ദം കേട്ടത്. അവർ തല തിരിച്ചു നോക്കി. കയ്യിൽ വൈകുന്നേരത്തെ ജ്യൂസുമായി സ്നേഹ നടന്നു വരുന്നു. അവളെ കണ്ടപ്പോൾ അവരുടെ മുഖം കൂടുതൽ പ്രകാശമാനമായി. സ്നേഹ വന്ന് അവരെ പിടിച്ചെണീപ്പിച്ച് ബെഡിലേക്ക് ചാരിയിരുത്തി ജ്യൂസ് കുറേശ്ശെ പിടിച്ചു കൊടുത്തു. ജ്യൂസ് തീർന്നപ്പോൾ ടവൽ കൊണ്ട് ചുണ്ടുകൾ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എപ്പോഴും ഇവിടെ ഇങ്ങനെ കിടക്കാതെ നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? ഗാർഡനിൽ കുറച്ചു നേരം കാറ്റുകൊണ്ടിട്ട് വരാം. അത് കേട്ട് അവരുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടായെങ്കിലും അത് അവൾക്ക് ബുദ്ധിമുട്ടായാലോ എന്ന ചിന്ത അവരുടെ മനസ്സിലേക്ക് ഓടി വന്നു. സാരമില്ല മോളെ, ഞാൻ കുഴപ്പമില്ല. മോള് വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിത് പറയുമോ? അവൾ ഒരു മയമില്ലാതെ ചോദിച്ചതോടെ ഹാദിയ നിശബ്ദയായി. സ്നേഹ പാച്ചുവിനെ കൂടി വിളിച്ച് അവന്റെ സഹായത്തോടെ അവരെ വീൽചെയറിലേക്ക് ഇരുത്തി. അവർ രണ്ടുപേരും കൂടി തന്നെയാണ് ഹാദിയയെ പുറത്തേക്ക് കൊണ്ടുപോയത്. വർഷങ്ങൾക്ക് ശേഷം ശുദ്ധവായു ശ്വസിച്ച പകലിന്റെ സൗന്ദര്യമറിഞ്ഞ് അവരുടെ കണ്ണുകൾ അരുവികളായി. അവർ കരയുന്നത് കണ്ട പാച്ചുവും സ്നേഹയും പരസ്പരം നോക്കിയെങ്കിലും ഒന്നും മിണ്ടിയില്ല. അവരെ ഗാർഡനിലേക്ക് കൊണ്ടിരുത്തിയ ശേഷം പാച്ചുവും സ്നേഹയും അവർക്കടുത്തായി ചാരുബെഞ്ചിലിരുന്നു. അവർ ആർത്തിയോടെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. പാച്ചുവും സ്നേഹയും അവർക്ക് കൂടി കേൾക്കാനെന്ന പോലെ രണ്ടുപേരുടെയും കോളേജിലെ പഴയ കുറുമ്പും കുസൃതികളും പാരവയ്പ്പുകളും ഒക്കെ ഓർത്തു പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ പോലെ അവരിൽ ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ അപ്പോഴത്തെ ലക്ഷ്യം. അതെത്ര കൂടുതലാകുന്നോ അത്രയും പെട്ടെന്ന് അവരുടെ അസുഖം ഭേദമാകുമെന്ന്. അവരുടെ വർത്തമാനത്തിന് കാതോർക്കുമ്പോൾ ഹാദിയയുടെ ഉള്ളിലെ ഋതുക്കളും മാറുകയായിരുന്നു. കരിഞ്ഞുണങ്ങിയ വേനൽ മാറി അവിടെ വർഷവും വസന്തവും പൂക്കളും കിളികളും നിറഞ്ഞു. വർഷങ്ങളുടെ പിന്നാമ്പുറങ്ങളിലിരുന്ന് കൊഴിഞ്ഞു വീണ ഗുൽമോഹർ പൂക്കൾ പെറുക്കിക്കൂട്ടുന്ന രണ്ട് കുപ്പിവെള്ളക്കൈകൾ ഹാദിയയെ നോക്കി ചിരിച്ചു. പിന്നെ പാദസരം കിലുക്കി പാവാടത്തുമ്പുലച്ച് അവൾ കോളേജ് ഇടനാഴിയിലൂടെ ഓടി. ഓട്ടത്തിൽ ആരെയോ ഇടിച്ച് കയ്യിലിരുന്ന ഗുൽമോഹർ പൂക്കൾ രണ്ടുപേർക്കും മേലെ വർഷിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പിന്നിലേക്ക് ആഞ്ഞ അവളെ ആ കൈകൾ തന്നെ അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ച് നേരെ നിർത്തി. അവളുടെ വളകൾ പൊട്ടി അവിടെ ആകെ ചിതറി വീണു. അവളുടെ മുഖത്ത് സങ്കടവും ദേഷ്യവും ഒരുമിച്ചുണ്ടായി. അപ്പോൾ ആ മുഖത്തിന് സ്നേഹയുടെ മുഖഛായയായിരുന്നു. ഈ സമയം മുഴുവൻ പാച്ചുവും സ്നേഹയും കൂടി ഹാദിയയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒന്നുവിടാതെ ശ്രദ്ധിക്കുകയായിരുന്നു. അവർക്ക് കാര്യമായി ഒന്നും മനസ്സിലായില്ലെങ്കിലും ഹാദിയ സന്തോഷത്തിലാണെന്ന് മാത്രം അവർ വായിച്ചെടുത്തു. ട്രാഫിക്കിൽ കിടക്കുമ്പോഴാണ് ഹർഷിന്റെ ഫോൺ റിങ് ചെയ്തത്. സ്നേഹയാണല്ലോ വിളിക്കുന്നത്. എന്നും താൻ അങ്ങോട്ടാണല്ലോ വിളിക്കാറ്, ഇങ്ങോട്ടുള്ള വിളി പതിവില്ലാത്തതാണല്ലോ എന്നാലോചിച്ചുകൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ, എന്താണ് പതിവില്ലാതെ ഇങ്ങോട്ടൊരു കോള്? എന്നെ വല്ലാതങ്ങ് മിസ് ചെയ്തോടി? ചുണ്ടിലൂറിയ ചിരിയോടെയാണ് അവൻ ചോദിച്ചത്. എന്നാൽ മറുവശത്ത് നിറഞ്ഞ നിശബ്ദതയാണ്. കോൾ കട്ടായോന്ന് സംശയത്തോടെ അവൻ ഫോൺ ചെവിയിൽ നിന്ന് എടുത്തു നോക്കി. ഇവൾക്കിതെന്ത് പറ്റി? സാധാരണ ഇങ്ങനെ വല്ലതും താൻ പറഞ്ഞു കേട്ടാൽ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയുന്നതാണല്ലോ. ഡി വെണ്ണേ, എന്താ നിനക്ക് പറ്റിയത്? അവൻ വേവലാതിയോടെ ചോദിച്ചു. എല്ലാം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നല്ലോ അല്ലേ? ആദ്യം അവൾ എന്താണ് ചോദിക്കുന്നതെന്ന് അവന് പിടികിട്ടിയില്ല. ഒന്നാലോചിച്ചപ്പോൾ മനസ്സിലായി എന്തിനെക്കുറിച്ചാണ് അവൾ ചോദിക്കുന്നതെന്ന്. അതോടെ അവൻ തീരെ താഴ്ന്നു പോയ ശബ്ദത്തിൽ മൂളി, അറിഞ്ഞിരുന്നു. എന്റെ അച്ഛൻ എന്താവും മാഷെ പറ്റിയിട്ടുണ്ടാവുക? ആൾ ജീവനോടെ ഇല്ലായിരിക്കുവോ? അതോ ഞാൻ ഉണ്ടായെന്നറിഞ്ഞപ്പോ ഇട്ടിട്ട് പോയതാവോ? അതുമല്ല, ഇനി വല്ല അബദ്ധത്തിന്റെ പേരിൽ ഞാൻ ഉണ്ടായതാവുമോ? അവൾ വേദനയോടെ അവനോട് ചോദിച്ചു. നീ ഈ പറഞ്ഞതൊന്നും അല്ലല്ലോ പെണ്ണേ.
ഉപേക്ഷിച്ചിട്ട് പോയതാണേൽ അങ്ങനെ കളഞ്ഞിട്ട് പോയ ഒരാളുടെ ഓർമ്മകളിൽ മറ്റൊരാൾക്ക് ഇത്ര വർഷങ്ങൾ ജീവിക്കാൻ പറ്റുമോ? അയാളുടെ കുഞ്ഞിനെ ഇത്രയും ത്യാഗം സഹിച്ച് പ്രസവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവർ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ചിരുന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വിധിയുടെ ഏതോ ഒരു ചൂതാട്ടത്തിൽ രണ്ടുപേർക്ക് പരസ്പരം നഷ്ടപ്പെട്ടതുമായിക്കൂടെ? അവൻ പറഞ്ഞത് കേട്ട് മനസ്സിലൊരു തണുപ്പ് നിറയുന്നത് അവൾ അറിഞ്ഞു. എങ്കിലും അവൾക്ക് പറയാൻ മറുപടികളൊന്നും തന്നെ ഇല്ലായിരുന്നു. നീ വെറുതെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ടാട്ടോ. ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുന്നതും വെറുതെ അല്ലെന്ന് നിനക്കറിയാലോ. അപ്പൊ സമാധാനായിട്ടിരിക്കുക. എല്ലാ വേനലിനും ഒടുവിൽ ഒരു വസന്തം വന്നെത്താതിരിക്കില്ലല്ലോ. അവന്റെ ആശ്വാസവാക്കുകളിൽ തൽക്കാലത്തേക്കെങ്കിലും അവളുടെ മനസ്സിന്റെ കോണിൽ ഒരാശ്വാസമുണ്ടായി. ജീവിതത്തിന്റെ കണ്ണീർ കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ ഒരിറ്റ് ശ്വാസവായു തരാൻ ഇങ്ങനെ ഒരാൾ കൂടെ ഇല്ലായിരുന്നെങ്കിലോ എന്നവൾ നിറകണ്ണുകളോടെ ഓർത്തു. വിറയ്ക്കുന്ന കൈയുമായി മുന്നിലിരിക്കുന്ന പ്ലേറ്റിൽ നിന്ന് ചപ്പാത്തി കീറിയെടുത്ത് വെജിറ്റബിൾ കറിയിൽ മുക്കി വായിലേക്ക് വെക്കുമ്പോൾ ഹാദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒപ്പം തൊണ്ടയിലൊരു നോവ് കിനിഞ്ഞു വന്നു. വർഷങ്ങളായിരിക്കുന്നു സ്വന്തം കൈകൊണ്ടൊരുന്നുള്ള ആഹാരം കഴിച്ചിട്ട്, സ്വന്തം വിരലുകളുടെ രുചി അറിഞ്ഞിട്ട്. എന്നിട്ടും സങ്കടം കൊണ്ടവർക്ക് വായിലിരുന്ന ആഹാരം ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്നേഹ അവരുടെ അരികിലേക്ക് വന്ന് തോളിൽ കൈവച്ചുകൊണ്ട് അടുത്തിരുന്ന വെള്ളത്തിന്റെ ഗ്ലാസ് എടുത്ത് അവരുടെ ചുണ്ടോട് അടുപ്പിച്ചു. ഇപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുത്ത് കുടിക്കാനുള്ള ബലമൊന്നും അവരുടെ കൈ നേടിയിട്ടില്ലായിരുന്നു. ഭാരമെടുത്താൽ കൈക്ക് വിറയലുണ്ടാവുകയും ബലം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയുമാണ്. സ്നേഹ അവർക്ക് വെള്ളം കൊടുത്ത ശേഷം വീണ്ടും ആഹാരം കഴിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർ വിറയ്ക്കുന്ന കൈകളോടെ വീണ്ടും ചപ്പാത്തി പിച്ചിയെടുക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവരെല്ലാം ടേബിളിന് ചുറ്റുമിരുന്ന് അവരെ രണ്ടുപേരെയും നോക്കി. സ്നേഹയുടെ തീരുമാനമാണ് ഹാദിയ എല്ലാവർക്കും ഒപ്പമിരുന്ന് ഫുഡ് കഴിക്കട്ടെ എന്നുള്ളത്. അവളുടെ ആ തീരുമാനത്തെ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചു. ഹാദിയയുടെ മുഖത്തിപ്പോൾ പഴയ ജീവനില്ലാത്ത ഭാവമില്ല. പകരം ക്ഷീണിതമെങ്കിലും സന്തോഷത്തിന്റെ അരുണിമ പടർന്നിരുന്നു. സ്നേഹയെ വിളിച്ച് അന്നത്തെ വിശേഷങ്ങളൊക്കെ തിരക്കി അല്പനേരം സംസാരിച്ചപ്പോൾ മനസ്സിനൊരാശ്വാസം കിട്ടിയ പോലെ തോന്നി ഹർഷിന്. അപ്പച്ചി വന്ന കാര്യം അവളോട് മനഃപൂർവ്വം പറയാത്തതാണ്. ഒന്നാമതേ അവൾക്ക് തന്നെ ആവശ്യത്തിലും അധികം ടെൻഷനുണ്ട്. അക്കൂടെ ഇതും കൂടെ എടുത്ത് തലയിൽ വെക്കണ്ടല്ലോ. മാത്രമല്ല എല്ലാരും കൂടി എന്താണ് പറയാൻ പോകുന്നതെന്ന് നോക്കണമല്ലോ. ചിന്തകളിൽ കൂട്ടിയും കിഴിച്ചും ഇരിക്കുമ്പോഴാണ് നിത്യ ഓടിക്കയറി വന്നത്. അച്ചുവേട്ടാ, താഴെ വിളിക്കുന്നു. എന്താടി, എന്തെങ്കിലും പ്രോബ്ലം? ഏയ് ഒന്നുമില്ല, അവിടെ എല്ലാരും ഉണ്ട്. അച്ചുവേട്ടനെ കൂടി വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ വന്നതാ. ശരി, നീ നടന്നോ, ഞാൻ പിന്നാലെ വരാം. ലേറ്റാകാൻ നിക്കണ്ട കേട്ടോ, അമ്മ അറിയാലോ. അവൾ ചിരിയോടെ പറഞ്ഞിട്ട് താഴേക്ക് ഓടി. അവനറിയാം അപ്പച്ചിയുടെ സ്നേഹം എന്താണെന്നും അതുപോലെ തന്നെ മുൻകോപം എന്താണെന്നും. അതുകൊണ്ട് തന്നെ അവനും അവൾക്ക് പിന്നാലെ താഴേക്കിറങ്ങി. നിത്യ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്. അമ്മ, ഏട്ടൻ, ഏട്ടത്തി, അപ്പച്ചി, പിന്നെ നിത്യയും. അപ്പച്ചിയുടെയും അമ്മയുടെയും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം അവനെ തെല്ല് പരിഭ്രമത്തിലാക്കി. എങ്കിലും അത് മറച്ചു പിടിച്ച് മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് അവൻ അപ്പച്ചിയുടെ അടുത്ത് ചെന്നിരുന്നു. എന്താടാ അച്ചൂട്ടാ, ഓരോരോ പുതിയ ഞെട്ടലുകളാണല്ലോ നിനക്ക് എപ്പോഴും തരാനുള്ളത്. അപ്പച്ചി, അത് ആദ്യം അവളുടെ അമ്മ ഹിന്ദു, അച്ഛൻ നസ്രാണി. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ പറയുന്നു അവൾ അനാഥയാണെന്ന്. ദേ ഇപ്പൊ പറയുന്നു അവളെ പ്രസവിച്ചത് മുസ്ലിം ആണെന്ന്. എന്തൊക്കെയാടാ ഇത്? ഇനി ആരേലൊക്കെ വരുമായിരിക്കും അച്ഛനാണെന്നും പറഞ്ഞ്. അതോ ഇനി അങ്ങനെ ഒരാളില്ലേ? അതുകൊണ്ടാവുമോ ഇത്രയും നാളായിട്ടും ആരാ അതെന്ന് അവളുടെ തള്ള ആരോടും പറയാത്തത്? ഇനി വല്ല... അപ്പച്ചി, അവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായ ഹർഷ് പതിഞ്ഞതെങ്കിലും താക്കീത് കലർന്ന സ്വരത്തിൽ വിളിച്ചു. അപ്പച്ചി, ഇത് എന്തൊക്കെയായി പറയുന്നതെന്ന് വല്ല ചിന്തയുണ്ടോ? മോനെ അച്ചു, ഞാനത് വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നാളെ നമ്മുടെ കുടുംബക്കാരുടെയൊക്കെ മുമ്പില്... അപ്പച്ചി,
ഞാൻ അവളെയാണ് സ്നേഹിച്ചത്. അവളെ മാത്രമാണ് നോക്കുന്നത്. ബാക്കി ഒന്നും എനിക്കൊരു പ്രശ്നമല്ലാത്ത സാഹചര്യത്തിൽ കുടുംബക്കാരുടെ സന്തോഷം നോക്കി എന്റെ സന്തോഷം ഇല്ലാതാക്കണമെന്നാണോ അപ്പച്ചി പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ലടാ മോനെ, ഞങ്ങൾക്കും നിന്റെ സന്തോഷം തന്നെയാ വലുത്. എന്നാലും നാളെ ഒരു സമയത്ത് നീ ആരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത് കാണാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞതാ. അപ്പച്ചിയോട് വീണ്ടും എന്തേലും പറഞ്ഞാൽ തർക്കം നീണ്ടുപോകുമെന്നും പിന്നെ അത് നല്ല രീതിയിൽ അവസാനിച്ചില്ലേലോ എന്ന് പേടിച്ച് ഹർഷ് മൗനം പാലിച്ചു. അവൻ ദയനീയമായി ആദ്യ നോക്കി. അവന്റെ സന്തോഷമല്ലേ അപ്പച്ചി നമുക്ക് വലുത്. മാത്രമല്ല അവള് നല്ല കുട്ടിയാ. നമ്മുടെ അച്ചൂട്ടന് അവളെ ഒത്തിരി ഇഷ്ടാ, അവൾക്ക് ഇവനോടും. അത് ശരിയാ ഗീതേച്ചി, അവള് വളരെ നല്ല കുട്ടിയാ. അവളെ കാണുമ്പോൾ ചേച്ചിക്കും ഇഷ്ടപ്പെടും. അമ്മയും ആദി പറഞ്ഞതിനെ പിന്താങ്ങി. അതോടെ അവരൊന്ന് മയപ്പെട്ടു. എനിക്ക് ആ കുട്ടിയോട് ഇഷ്ടക്കേടുണ്ടായിട്ടൊന്നും അല്ല ഞാനിത് പറഞ്ഞത്. എങ്കിൽ ഇവൻ എന്റെ മോളെ വേണ്ടാന്ന് വെച്ചപ്പോ അവളുടെ അടുത്തേക്ക് പൊക്കോന്ന് സന്തോഷത്തോടെ ഇവനെ ഞാൻ പറഞ്ഞയക്കോ? ഇല്ലല്ലോ. അവർ ആ പറഞ്ഞതിന് ആർക്കും എതിരഭിപ്രായം ഇല്ലായിരുന്നു. കാരണം അതൊരു സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. ആ പിന്നൊരു കാര്യം, എല്ലാരും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം. എനിക്ക് അവളെ ഇഷ്ടായില്ല എന്ന് തന്നെ ഞാൻ പറയും. അപ്പൊ പിന്നെ എന്നോട് ആരും ഒന്നും പറയരുത്. അതിനുശേഷം എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അവർ പറയുന്നത് കേട്ട് എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി. ആദ്യം അവനെ നോക്കി ഒന്നും ഉണ്ടായില്ലെന്ന് കണ്ണടച്ച് കാണിച്ചു. അവന്റെ മനസ്സിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്തായാലും അപ്പച്ചിക്ക് അവളെ ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന്. അവളെ കണ്ടാൽ ആർക്കാണ് ഇഷ്ടാവാതിരിക്കുക? അവളെക്കുറിച്ചുള്ള ചിന്തയിൽ തന്നെ അവന്റെ മനസ്സിൽ ഒരു കുഞ്ഞു തെന്നൽ വീശി. തുടരും. ബാക്കിയായിട്ട് നാളെ കാണാട്ടോ. നാളെ ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ?